മരിച്ചാലും എനിക്ക് മണിച്ചേട്ടനിലൂടെ അച്ഛനെ എല്ലാരും കാണാലോ. എന്റെ മോളെ ദേവി, എന്റെ കുഞ്ഞിനെ കാത്തോളെ. അചഞ്ചലമായ ഭക്തി കൊണ്ട് ആയുസിന്റെ ഭംഗം മറികടക്കാൻ ആ ബാലിയയ്ക്ക് കഴിഞ്ഞെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോവാണ്. അങ്ങനെ ആശിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ വിധിഹിതത്തിന് ആ ആഗ്രഹം വിപരീതമായി പ്രവർത്തിക്കുമോ എന്നാണ് ഞാൻ ആശങ്കപ്പെടുന്നത്. തീവ്രമായ ഭക്തിയിൽ ശരീരവും മനസ്സും ലയിച്ചിരിക്കുമ്പോൾ ആത്മാവിനെ ആ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതിന്റെ ഗുണഫലം ആ ബാലികയ്ക്കല്ല ലഭിക്കുന്നത്. അവളെ ബലിയർപ്പിക്കാൻ കാത്തിരിക്കുന്ന ക്ഷുദ്രശക്തികൾക്ക് അത് ഗുണകരമായി തീരും. അതുകൊണ്ട് കഴിയുന്നതും വേഗം ആ ആത്മാവിനെ മോക്ഷപഥത്തിലെത്തിക്കുകയാണ് ശുഭകരമെന്ന് തോന്നുന്നു. അരുത്. ആയുസിന്റെ അവസാന നാഴിക വരെ ആ ബാലികയുടെ ജീവൻ നിലനിർത്തുമെന്ന് അങ്ങെനിക്ക് വാക്ക് തന്നിട്ടുള്ളതാണ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഈ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും ശിവശക്തി ആ ആത്മാവിന് കാവലുണ്ടാകും എന്ന വിശ്വാസത്തിലാണ് ഞാൻ. അങ്ങ് കൈയൊഴിയുമ്പോൾ മാത്രമേ ആദിശക്തിയായ ദേവിക്ക് അതിലിടപെടാനാവൂ. അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ എന്നാൽ കഴിയുന്നത് ചെയ്യാൻ അങ്ങ് അനുവദിക്കണം. വരുമേ, ഈ ജപമാല കയ്യിൽ വെച്ചോ. വിദ്യാമ ഉപദേശം എന്ന മന്ത്രം ഞാൻ അമ്മയുടെ കാതിൽ ചൊല്ലിത്തരാം. അമ്മ മനസ്സിലത് 101 ആവർത്തി ഉരുവിടണം. അങ്ങനെയാ വിദ്യാമ്മ പറഞ്ഞത്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മേ മൂകാംബികാദേവി, അമ്മയ്ക്ക് തെറ്റുകൂടാതെ മറവിയില്ലാതെ ഈ മന്ത്രം 101 ആവർത്തി മുഴുവിപ്പിക്കാൻ അവിടുന്ന് അവസരം കൊടുക്കണേ.